ബഹുമാനായ ശ്രീ ദീപാനന്ദൻ ഈ ചടങ്ങ് പങ്കുവച്ചാലും മാധ്യമ ലോകത്തിൻ്റെ പുലവലി എഴുത്തുകാരൻ, പ്രഭാഷകൻ, രാഷ്ട്രീയ നേതാവ്, നമ്മുടെ അഭിമാനായ എൻ്റെ വീരന്മാരവർ ഈ ചടങ്ങിൽ ആദരിക്കപ്പെടുന്ന എം.ആർ. രാജേഷ് കുമാർ, ആചാര്യൻ രാജേഷ് എത്തിച്ചേർന്ന സംപൂജ്യനായ ആചാര്യനാഥൻ, ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ ശ്രീ രവീന്ദ്രൻ, ശ്രീ ശശീന്ദ്രൻ പേരാമ്പറ, ശ്രീ ജയൻ നന്ദ, ശ്രീ എം കെ വിനാഥൻ, ശ്രീ കൃഷ്ണദാസ്, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, എവിടെ നിന്നും തുടങ്ങുമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളുടെ നാട്ടുകാരനായ നിങ്ങൾക്കെല്ലാം സ്വന്തമായ ആചാര്യനെ സ്വീകരിക്കാനാണ്, ആദരിക്കാനാണ് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ ആദരണീയനായ ശ്രീ വീരേന്ദ്രകുമാർ ചൂണ്ടിക്കാണിച്ച പോലെ നമുക്കെല്ലാം അങ്ങനൊരു ഭാഗ്യം കൈവന്നു എന്നുള്ളതിലാണ് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കിനിയും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ വേദങ്ങളിലും വിശ്വാസം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നായി കാണുന്ന ആളാണ്. ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഹിമാലയത്തെക്കുറിച്ച് ഇത് വിശ്വവിഖ്യാതനായിട്ടുള്ള ഒരു ചിന്തകൾ പറഞ്ഞിട്ടുണ്ട്. തന്നേക്കാൾ ഉയരമുള്ള ഒരു മകളുടെ അച്ഛനായതാണ് ഹിമാലയത്തിൻ്റെ വലിപ്പം എന്ന് പറയാറുണ്ട്. തീർച്ചയായും എനിക്കവിടെ സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളുടെ ഉയരമുള്ള മകളുടെ അച്ഛനായി മാറിയതാണ് ഹിമാലയത്തിൻ്റെ പ്രത്യേകതയെങ്കിൽ ഇവിടെ സൂചിപ്പിക്കാൻ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളുടെ അതിൻ്റെ ഗ്രന്ഥകാരനായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം വിശ്വസിക്കുന്ന ആളാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ പലരും നൽകിയിട്ടുണ്ട്. ഈ ഉപനിഷത്തുകളെ കുറിച്ച് പറയുന്നത് ഉപനിഷത്തുകൾ ഒഴുകുന്നത് വേദം മൂന്ന ഹിമാലയത്തിൽ നിന്നാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ചിന്ത സ്വാധീനിച്ചിട്ടുള്ള ആചാര്യനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ പറയാനുണ്ട്. ഉദാഹരണത്തിനുള്ളത് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം നമ്മുടെ പുതിയ തലമുറയിൽ ഉപനിഷത്തും വേദങ്ങളും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആളുകൾ പഠിക്കാൻ താല്പര്യത്തോടെ പോകുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം സോമയാഗം സംഘടിപ്പിക്കുന്നു. സോമയാഗം സംഘടിപ്പിക്കാനുണ്ടായ എതിർപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ സോമയാഗത്തിന്റെ പക്ഷം നിൽക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഞാനാണ് അദ്ദേഹത്തോട് പോയി ആദ്യം സംസാരിച്ച വ്യക്തി. ഇവിടെ സംഘടിപ്പിക്കണം, പ്രത്യേകിച്ച് കോഴിക്കോട് ഇവിടെ യാഗം നടത്താത്ത ഒരുപാട് കാലമായി. അങ്ങക്ക് അർഹതയുണ്ട്, അവകാശമുണ്ട്, അധികാരമുണ്ട് യാഗം നടത്താൻ. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രോത്സാഹനവും നിർദ്ദേശവുമാണ് അദ്ദേഹം നടത്താൻ പ്രേരിപ്പിച്ചത്. മാത്രമല്ല 13 ലക്ഷം ആളുകൾ ഈ യാഗവുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അറിയാൻ ചോദിക്കട്ടെ, ശ്രീ എം.ആർ. രാജേഷിന് ആചാര്യ പദവി നൽകുന്ന എല്ലാം കൊണ്ടും അർത്ഥവത്തായില്ലേ എന്ന് നിങ്ങൾ ആലോചിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്.
അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ ചിന്തയും പുതിയ തലമുറയെ സ്വാധീനിക്കാറുണ്ട്. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. ഞാനിപ്പോൾ വരുമ്പോൾ ഒരു പരിപാടിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 5 മക്കളുള്ള ഒരു അമ്മയും തെരുവിൽ കൊണ്ടാക്കി രക്ഷപ്പെട്ട മക്കളെ കുറിച്ച് മക്കളോട് പറയാൻ കഴിയും. 142 അച്ഛനമ്മമാരെ ഗുരുവാൽ തൊഴാൻ കൊണ്ടുപോയി അവിടെ ഉപേക്ഷിച്ച് പോയവരുടെ കഥ അവർ മക്കളാണെന്ന് പറയാൻ സാധിക്കും? ഒരിക്കലും സാധ്യമല്ല. അപ്പൊ നമ്മുടെ ഭാരതീയ സംസ്കാരം തന്നെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അതിന് എനിക്ക് തോന്നുന്നത് നമുക്ക് ലഭിച്ച ഒരു സൗഭാഗ്യമാണ്. ഇതെല്ലാം അറിയിക്കാനും പഠിപ്പിക്കാനും നമുക്ക് ലഭിച്ച സൗഭാഗ്യമാണ് ആചാരം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഉപനിഷത്തുകളുടെ ഞാൻ പറയാം, അതിന്റെ സന്ദേശം പറയുന്ന ഒരു സംഗീത സംഗമമാണ്. റിനൈസൻസ്, പുനരുദ്ധാരണം, അതുപോലെ തന്നെ പ്രതിഷേധം, റിബല്യൻ, അതുപോലെ അപൂർവ ദർശനം, റിവല്യൂഷൻ, ഇതെല്ലാം കൂടിയതാണ് ഉപനിഷത്തെന്ന് ആചാരം തന്നെ പഠിപ്പിക്കുന്നത്. എന്നാൽ സ്വാഭാവികമായി അത്തരത്തിൽ നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്താണ് വ്യക്തിബന്ധം, എന്താണ് കുടുംബബന്ധം, എന്താണ് സമൂഹബന്ധം, എന്താണ് നന്മ, എന്തെല്ലാം ഒരു വ്യക്തി നല്ല വ്യക്തിയാണെന്ന് ചെയ്യണം, എങ്ങനെ നേർവഴിക്ക് പോകണം, ആ നേർവഴിക്ക് നയിക്കുന്ന ഒരു വലിയൊരു വ്യക്തിയാണ് നാം സൂചിച്ചിട്ടുള്ളത്. അവിടെ തീർച്ചയായും ആചാരങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഈ പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവം ഉണ്ടാവുകയാണ്. നമുക്കൊരു പുതിയ ആകാശം, പുതിയ ഭൂമി ലഭിക്കുക. മനുഷ്യരെക്കുറിച്ച് ഏതൊരു മഹാവ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. Wonders are many, but none is more wonderful than the man. അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. മനുഷ്യനെ പോലെ അത്ഭുതമുള്ള ഒരാളെ കാണാൻ സാധ്യമല്ല. അതിൽ ആ ഗണത്തിൽപ്പെട്ട ആളാണ് ശ്രീ എം ആർ രാജേഷ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു തലമുറയെ സ്വാധീനിക്കാൻ, ഒരു സമൂഹത്തെ സ്വാധീനിക്കാൻ സാധിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ പിറകിൽ നമ്മൾ അതിശക്തമായി നിൽക്കണമെന്ന് പക്ഷക്കാരനാണ്. ഒരുപാട് പ്രതിഷേധക്കാരുണ്ട്, ഒരുപാട് വ്യത്യസ്തമായി സംസാരിക്കുന്നവരുണ്ട്. അവർ ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചറിഞ്ഞ് ഇതിന്റെ കൂടെ വരും എന്ന് പ്രതീക്ഷിക്കുന്ന വലിയ വ്യക്തിയാണ്. ഒരുപാട് ചരിത്രമുള്ള നാട് നമ്മുടെ നാട്. വളരെ പരസ്യമായി അമ്പലത്തിൽ പോകാൻ കഴിയില്ലെങ്കിലും സ്വകാര്യമായി ഭാര്യമാരയച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭർത്താക്കന്മാരുടെ നാടാണ് ഈ നാട്. അല്ലാതെ ആർക്കും പറയാൻ കഴിയില്ല. പുറത്ത് നിരീശ്വരവാദം പറയുകയും പുറത്ത് അതിശക്തമായി എല്ലാ വിശ്വാസങ്ങളെയും വെല്ലുവിളിക്കുകയും വളരെ രഹസ്യമായി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ആളെ ഞാൻ നേരിൽ കണ്ടുവരുന്നു. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഞാൻ ഒരു വർഷം മുമ്പ് ഞാൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയപ്പോൾ എനിക്ക് അത്ഭുതകരമായ കാഴ്ച കാണാൻ അവസരമുള്ള ആളാണ്. എന്നെ കാണുമ്പോൾ അദ്ദേഹം അല്പം ഒതുങ്ങിയും ശ്രമിക്കുക. പക്ഷെ ഞാൻ കാണാത്ത ബുദ്ധി, ഞാൻ കാണുന്ന നല്ല ബുദ്ധി, കാണാതെ പോകുന്നതാണ് ബുദ്ധി. ഞാൻ കാണാതെ പോയി. എനിക്കും അദ്ദേഹത്തിന് മാത്രമേ അറിയൂ ആ വിവരം. പുറത്ത് ലോകത്തിന് ഇന്നുവരെ അറിയില്ല. ഞാൻ ഒരിക്കലും പറയുകയുമില്ല. അപ്പോൾ പുറത്ത് പറയുന്നല്ല, അകത്ത് എന്നാണ് സത്യം. പുറത്ത് പലതും പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വിളക്ക് വെക്കാത്ത വീടുണ്ടോ നിങ്ങൾ? ഏത് ഹിന്ദു വീട്ടിൽ? എന്നാൽ ഇത്തരം ആളുകൾ എന്തുകൊണ്ട് വിളക്ക് വീട്ടിൽ വെക്കുന്നു? അപ്പോൾ പറയും ഭാര്യയുടെ നിർബന്ധമാണെന്ന് പറയും. കുട്ടികൾക്ക് ജാതം എഴുതാറില്ല എന്നും മേടിക്കുന്നു, അത് ഭാര്യയുടെ നിർബന്ധമാണെന്ന് പറയും. എല്ലാം ഭാര്യ ഉള്ളതുകൊണ്ടാണ് മകൻ രക്ഷപ്പെടുന്നത്. അതൊരു സത്യമാണ്. ഭാര്യ കൂടിയില്ലെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താവുമെന്ന് നിങ്ങൾ സ്വയം ആലോചിക്കണം. അതുകൊണ്ട് അത്തരം ആളെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞാനും 82 വരെ വിശ്വാസിയായി. 82 നാളെ ഞാനും വിശ്വാസിയാവുന്നു. എൻ്റെ അമ്മ പലപ്പോഴാണ് പറയാറുണ്ട്, ഏത് ജന്മത്തിലാണ് എൻ്റെ വയറ്റിൽ പറന്നെന്ന് പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ക്ഷേത്രമുണ്ട്. പക്ഷെ 82 നാൾ ഞാൻ വിശ്വാസികൾ മാത്രമല്ല, ആ കൃത്യമായി ആ കാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളില്ല. എൻ്റെ കടപ്പാടതാണ്. ഞാൻ ആദ്യം ആദരിക്കുന്നതും
എന്നും ഞാൻ തൊടുന്നതും എൻ്റെ അച്ഛനമ്മയുടെ ഫോട്ടോയുടെ മുന്നിലാണ്. എനിക്ക് ജന്മം നൽകിയ അവരാണ്, എനിക്ക് രക്തം നൽകിയവരാണ്, അവരാണ് എൻ്റെ സർവസ്വം. അവരില്ലായ്മ ഞാൻ ഉണ്ടാകുമായിരുന്നു വിശ്വസിക്കുന്ന ആളാണ്. അത് കഴിഞ്ഞു മാത്രമേ നമുക്ക് മാറ്റാറുള്ളൂ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെടുത്ത് ഇവിടെ കണ്ണൂർ പട്ടണത്തിലും തെരുവിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ഇവിടെ നമ്മുടെ പോയി പ്രാർത്ഥനക്ക് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഈ ആനകളെ നടതള്ളാറുണ്ട്, കാളകളെ നടതള്ളാറുണ്ട് പോലെ സ്വന്തം അച്ഛനമ്മമാരെ അത് ഉപേക്ഷിച്ചു പോകുന്ന സംസ്കാരം. ആ സംസ്കാരത്തിനെതിരെ അഭിപ്രായം പറഞ്ഞു കിട്ടും. അത് മക്കളെ ഒരിക്കലും കാണാൻ സാധ്യമല്ല. ഉള്ള എല്ലാ സ്വത്തും എഴുതി വാങ്ങിച്ച ശേഷം അച്ഛനമ്മയെ തള്ളിവിടുന്ന സമ്പ്രദായം, അതൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ നാം എങ്ങോട്ട് പോകണമെന്ന് നേർവഴി കാട്ടുന്ന ഈ ആചാരത്തെ ശക്തിപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു ചടങ്ങ് എല്ലാം കൊണ്ടും ആചാരം സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ, ഇന്നത്തെ കേരള സമൂഹത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടാകുന്നേ എന്തെല്ലാം എഴുതി. അദ്ദേഹം ഉപനിഷത്തിനെ കുറിച്ച്, വേദാന്തങ്ങളെ കുറിച്ച്, ഇതിഹാസങ്ങളെ കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് പണ്ട് ഉപനിഷത്തുകളെ കുറിച്ച് ക്രിസ്തു ജനിക്കുന്ന 1000 വർഷം വരെ ഉണ്ടായ ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് മുതലെപ്പോഴാണ് ഞാൻ പറയുന്നത്. അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ സവിധത്തിലേക്ക് ഇത് എത്തിക്കുന്നു എന്നുള്ളതാണ് ആചാര്യന്റെ പ്രത്യേകത. കൊണ്ട് ഞാൻ പറയട്ടെ, ആചാര്യൻ തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും അതിൽ തുടർച്ച അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്, ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഇവിടത്തെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ, അത് എൻ്റെതായിട്ടുള്ള ഒരു വിലയിരുത്തലും എൻ്റെ ഒരു മനസ്സുമാണ് അത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളിപ്പോ ഈ ചടങ്ങിനോടനുബന്ധിച്ച് നൽകിയിട്ടുള്ള അരി ഞാനിങ്ങനെ ഈ പരസ്യമായി കൊടുക്കുന്നത് ഞാൻ ഇതിനാണ്. നമ്മുടെ നാമത്തിൽ ചൊല്ലുണ്ട്, ഇടത് കൈ കൊണ്ട് കൊടുക്കുന്ന പദ്ധതി അറിയാൻ വളരെ പറയാം. നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ സ്വകാര്യമായി വീട്ടിലെത്തിക്കണം. ആരും അറിയിച്ച് ചെവി അറിയാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ നിന്ന് എഴുതുക. ഒരിക്കലും പരസ്യമായി, ഞാനിത് 2-3 വർഷമായപ്പോൾ പോകാറില്ല. 2-3 വർഷം മുമ്പ് ഈ റംസാനാണ് കിറ്റ് വിതരണം ഉണ്ടാകാറുണ്ട്. ഞാൻ വളരെ പരസ്യമായി പറഞ്ഞു, എന്നെ വിളിക്കരുത്, അത് ശരിയല്ല വിശ്വസിക്കുന്ന. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ചെവി അറിയാതെ വീട്ടിലെത്തി. എല്ലാവർക്കും എല്ലാം ഉണ്ടെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ സ്വാഭാവികമായും പരസ്യമായി അരി കൊടുക്കുക, പരസ്യമായി വസ്ത്രം കൊടുക്കുക, ദയവേത് കൊടുക്കാതിരിക്കുക. ആചാര്യന് കൊടുത്തെങ്കിലും നിങ്ങൾ സ്വകാര്യം ആരും അറിയാതെ അവരുടേതാണ് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ അവരുടെ വീട്ടിൽ എത്തിക്കുക എന്നായിരിക്കണം ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പരസ്യമായി കൊടുത്ത് ജനമധ്യത്തിൽ ഒരിക്കലും. എനിക്ക് അനുഭവം ഉണ്ടാവുന്നതാണ്. ഞാൻ കണ്ണഞ്ചേരി കൊടുക്കാൻ പോയി, ഒരു പ്രായമായ അമ്മ ഇത് വാങ്ങി പൊട്ടിക്കരഞ്ഞു. ഞാനിത് സ്വകാര്യം ചോദിച്ചപ്പോഴാണ് അവരുടെ കാരണം പറഞ്ഞത്, ഞാനിങ്ങനെ വരേണ്ടി വന്നല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ നന്മകളും ആയുരാരോഗ്യവും ആചാരം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് നന്ദി, നമസ്കാരം.